നമസ്കാരം. വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. വിദ്യാഭ്യാസ മന്ത്രിയുടെ അനുനയ കൂടിക്കാഴ്ചയിലും കുലുങ്ങാതെ CPI. PM ശ്രീ നിലപാടിൽ മാറ്റമില്ല. പദ്ധതിയിൽ ഒപ്പിടാൻ അസ്വാഭാവിക ധൃതി കാണിച്ചുവെന്നും ഗൂഢാലോചന നടന്നുവെന്നും VD സതീശൻ. ഒപ്പിട്ടത് കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കിക്കൊണ്ടെന്നും പ്രതിപക്ഷ നേതാവ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് കൈമാറിയ സ്വർണം SIT കണ്ടെത്തി. 400 ഗ്രാമിലേറെയുള്ള സ്വർണ്ണക്കട്ടികൾ പിടിച്ചെടുത്തത് ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്ന്. ദേവസ്വം ബോർഡിന് ഒന്നും ഒളിക്കാനില്ലെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത്. അർജന്റീന ഫുട്ബോൾ ടീം നവംബറിൽ കേരളത്തിലെത്തില്ല. മത്സരമുള്ളത് അങ്കോളയുമായി. ഫിഫയുടെ അനുമതിക്കുള്ള കാലതാമസം പരിഗണിച്ച് കളി മാറ്റിവെക്കാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ധാരണയായെന്ന് സ്പോൺസർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. കണ്ണൂരും കാസർഗോഡും യെല്ലോ അലർട്ട്. ബംഗാൾ ഉൾക്കടലിൽ നാളെയോടെ തീവ്ര ന്യൂനമർദ്ദമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തൃശൂർ മണ്ണുത്തിയിൽ വൻ കവർച്ച. വ്യാപാരിയുടെ 75 ലക്ഷം രൂപ കവർന്നു. എടപ്പാൾ സ്വദേശിയുടെ പണം തട്ടിയത് ഇനോവയിലെത്തിയ സംഘം. കവർച്ച ബംഗളൂരുവിൽ നിന്ന് വരും വഴി മണ്ണുത്തിയിലിറങ്ങിയപ്പോൾ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 5000 മീറ്റർ നടത്തയിൽ മലപ്പുറത്തിന്റെ മുഹമ്മദ് സുൽത്താൻ റെക്കോർഡ്. കപ്പുറപ്പിച്ച പോയിന്റ് പട്ടികയിൽ തിരുവനന്തപുരത്തിന്റെ മുന്നേറ്റം. 2ാം സ്ഥാനത്ത് തൃശൂരും 3ാം സ്ഥാനത്ത് പാലക്കാടും. അവസാന ഏകദിനത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യയ്ക്ക് 237 റൺസ് വിജയലക്ഷ്യം. PM ശ്രീ പദ്ധതിയിലെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന CPI. ഇക്കാര്യത്തിൽ ഇനിയും ചർച്ചകൾ വേണ്ടെന്നാണ് തീരുമാനം. അനുനയ ശ്രമത്തിന്റെ ഭാഗമായി മന്ത്രി V ശിവൻകുട്ടി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തി. ധാരണാപത്രത്തിൽ ഒപ്പിടാനുണ്ടായ സാഹചര്യം ബിനോയ് വിശ്വത്തെ ബോധ്യപ്പെടുത്താനായിരുന്നു കൂടിക്കാഴ്ച. മുന്നണി മര്യാദകൾ ലംഘിച്ചുള്ള CPM നീക്കത്തിനെതിരെ CPI ശക്തമായ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് ശിവൻകുട്ടി MN സ്മാരകത്തിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്. ഞാൻ ബിനോയ് വിശ്വം സഹാബിനെ കാണാൻ വന്നു. GRL മന്ത്രി ഉണ്ടായിരുന്നു. ഞങ്ങൾ ചില ഈ PM ശ്രീയിൽ ഒപ്പുവെച്ചുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. സമവായം പോസിറ്റീവാണോ? എല്ലാ പ്രശ്നങ്ങളും തീരും. രജിത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. രജിത്, നമ്മൾ നേരത്തെ തന്നെ മന്ത്രി V ശിവൻകുട്ടി ബിനോയ് വിശ്വത്തെ കണ്ട് തിരിച്ചിറങ്ങിയപ്പോൾ ആ മുഖഭാവം കണ്ട് തന്നെ നമ്മൾ പറഞ്ഞതാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല, അനുനയ ശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ല എന്ന്. ഏതാണ്ട് അത്തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തുവരുന്നതും. PM ശ്രീ പദ്ധതിയിലെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് CPI ബിനോയ് വിശ്വം ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. വിവരങ്ങൾ. തീർച്ചയായും ഈ PM ശ്രീ പദ്ധതിയുമായി CPM ഏത് രീതിയിലുള്ള പ്രതിഷേധമായിരുന്നോ തുടർന്നത് അത് തുടരാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടിൽ തന്നെയാണ് തങ്ങൾ നിൽക്കുന്നത് എന്ന് മന്ത്രി V ശിവൻകുട്ടിയോട് തന്നെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരിക്കുന്നു. CPIയുടെ എതിർപ്പിനെ ഒന്ന് തണുപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ CPIയുടെ എതിർപ്പിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനായി ആദ്യം തന്നെ മന്ത്രിയെ തന്നെയാണ് CPM MN സ്മാരകത്തിലേക്ക് പറഞ്ഞുവിട്ടത്. മന്ത്രി എത്തി ഏകദേശം അരമണിക്കൂറിന് മുകളിൽ കൂടിക്കാഴ്ച നടത്തി കാര്യങ്ങൾ സംസാരിച്ചെങ്കിലും അവയിലൊന്നും അനുനയപ്പെടാൻ CPI നേതൃത്വം തയ്യാറായില്ല എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇക്കാര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് സാധ്യതയില്ല, ചർച്ചയുമായി മുന്നോട്ട് പോകേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ബിനോയ് വിശ്വം വ്യക്തമാക്കിയത് എന്ന് നമുക്കറിയാൻ കഴിയുന്നു. എന്തു തന്നെയായാലും മന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ്. എന്നാൽ പരിഹരിച്ചതായോ ഇല്ലെങ്കിൽ സംസാരിച്ചതായോ മന്ത്രി വ്യക്തമാക്കുന്നില്ല. കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. PM ശ്രീ പദ്ധതിയുമായുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത്. മന്ത്രി GR അനിൽ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇതിലൊരു പരിഹാരം ഉണ്ടാകും എന്ന് മാത്രമാണ് മന്ത്രി വ്യക്തമാക്കിയത്. എന്നാൽ ഏത് തരത്തിലുള്ള ഒരു പരിഹാരം, ഇപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ പരിഹാരം ഉണ്ടായോ ഇല്ലെങ്കിൽ മഞ്ഞുരുകുമോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ മന്ത്രി വ്യക്തമാക്കിയില്ല. ഇതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയത്. എന്നാൽ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ CPI തങ്ങളുടെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ചർച്ചയ്ക്ക് സാധ്യതയില്ല എന്ന കാര്യം തന്നെ ബിനോയ് വിശ്വം മന്ത്രിയെ അറിയിച്ചു എന്നത്. കൂടുതൽ സമയത്തേക്ക് കൂടിക്കാഴ്ച നീണ്ടുപോയില്ല. ഏകദേശം അരമണിക്കൂറിന് മുകളിൽ കൂടിക്കാഴ്ച നീണ്ടുപോയെങ്കിലും ഇക്കാര്യങ്ങൾ
നിന്നും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി CPI തയ്യാറായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിഷേധം ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. 3 ദിവസത്തെ സമയപരിധി അവർ CPM-ന് നൽകിയിട്ടുണ്ട്, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനും ഇതിൽ നിന്ന് പിന്മാറുന്നതിനടക്കമുള്ള കാര്യങ്ങൾക്ക്. എന്നാൽ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് നടക്കാതെ പോയിരിക്കുന്നു. ഇപ്പോഴത്തെ ആദ്യ ശ്രമം നടക്കാതെ പോയിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഒരുപക്ഷേ ഇനി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇത് കാര്യവുമായി ബന്ധപ്പെട്ട് CPI-യുമായി ചർച്ചകൾ നടത്തിയേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ഇനി എന്ത് തീർച്ചയായും അങ്ങനെ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ള തുറുപ്പുചീട്ട് എന്താണ് എന്നാണ് അറിയേണ്ടത്. CPI അനുനയിപ്പിക്കാൻ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. എന്ത് സമ്മർദ്ദമാണ് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പറയണം. മുന്നണിയിലും ക്യാബിനറ്റിലും വിഷയം ചർച്ച ചെയ്തില്ല. തിടുക്കപ്പെട്ട് 16-ാം തീയതി തന്നെ PM ശ്രീയിൽ ഒപ്പുവെച്ച് മന്ത്രിസഭാ അംഗങ്ങളെ അടക്കം കബളിപ്പിച്ചുവെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. മന്ത്രിസഭാ യോഗത്തിൽ ഇപ്പോൾ ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ മന്ത്രി ശ്രീ രാജൻ ഇത് ഒപ്പിടരുത് എന്ന് പറയുമ്പോഴും മിണ്ടാതിരിക്കുകയാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി. അപ്പോൾ ഒപ്പിട്ടിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കൂടെയുള്ള മന്ത്രിമാരെയും ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളെയും എത്ര വലിയ കബളിപ്പിക്കലാണ് ഈ മുഖ്യമന്ത്രി നടത്തിയത്, വിദ്യാഭ്യാസ മന്ത്രിയും ചേർന്ന് നടത്തിയത്. ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ CPI-യെ മാത്രമല്ല ഇരുട്ടിലാക്കിയിരിക്കുന്നത്, കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കിയിട്ടാണ് ഈ എഗ്രിമെൻ്റ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ എഗ്രിമെൻ്റ് 10-ാം തീയതി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അമിത്ഷായെയും കണ്ടത് 16-ാം തീയതി തന്നെ ഇത് ഒപ്പുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നിർബന്ധമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പുറത്തു പറയണം. എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായത്, ഏത് തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇതിൻ്റെ പുറകിൽ നടന്നിരിക്കുന്നത്, എന്ത് ഗൂഢാലോചനയാണ് ഇതിൻ്റെ അകത്ത് പുറകിൽ നടന്നിരിക്കുന്നത് എന്ന് പുറത്തു വരണം. കാരണം മുന്നണിയിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തില്ല, ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു ക്യാബിനറ്റിൽ ചർച്ച ചെയ്തില്ല. അക്ഷരാർത്ഥത്തിൽ CPM-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ MA ബേബി പോലും അറിഞ്ഞിട്ടില്ല. ആരോരും അറിയാതെ, മന്ത്രിസഭാംഗങ്ങൾ പോലും അറിയാതെ ഇത്ര രഹസ്യ സ്വഭാവത്തിൽ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ഈ PMCയിൽ ഒപ്പുവയ്ക്കാനുള്ള അതിൻ്റെ പുറകിലുള്ള ദുരൂഹതയാണ് ഇനി മറനീക്കി പുറത്തു വരേണ്ടത്. എന്ത് സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നത്? മുന്നണിയുടെ അനുമതിയില്ലാതെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പ്രതികരണങ്ങൾ ഇന്നുണ്ടായി. അതിലേക്ക് എന്തുകൊണ്ട് ക്യാബിനറ്റ് ചർച്ച ചെയ്തൊരു വിഷയം ക്യാബിനറ്റ് അറിയാതെയും മറ്റു രൂപത്തിൽ ഉള്ള ബന്ധപ്പെട്ട നയപരമായ കാര്യം അറിയാതെയും ഒപ്പിടുന്ന അവസ്ഥയിലേക്ക് പോയെന്ന് ഇതുവരെ വ്യക്തമാക്കിയില്ലല്ലോ മന്ത്രി. വ്യക്തമാക്കട്ടെ. ആരും ഒപ്പിട്ട് വിട്ടു എന്നുള്ളതോ അത് കേന്ദ്രം എങ്ങനെയാണ് ഇത് അംഗീകരിച്ചെന്നുള്ളതോ ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. അതൊക്കെ ഞങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് ചർച്ച ചെയ്യുന്നുണ്ട്. ഘടകകക്ഷികളിൽ ഓരോരുത്തർക്കും ഓരോ കാര്യത്തിനും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടാകും. അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാൽ ആ ചർച്ചകൾക്ക് മുഖം തിരിച്ചു നിൽക്കുന്ന നിലപാടല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാട് തന്നെ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ആ സംഭവം സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും അല്ലെങ്കിൽ പരിശോധിക്കുന്നൊക്കെ അവർ പറഞ്ഞിട്ടില്ല. വേറെ അതിനപ്പുറം ആർക്കും പറയാനില്ല. ഇല്ല, ഇത് പല ഘട്ടങ്ങളിൽ ഈ വിഷയങ്ങൾ സന്ദർഭത്തിനൊത്ത് ചർച്ചകൾക്ക് വരികയും അതിനകത്ത് വരുന്ന നോംസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് പറ്റുന്നത് അംഗീകരിക്കാൻ പറ്റും, പറ്റാത്ത അംഗീകരിക്കാൻ പറ്റില്ല നിലപാട് അന്നും ഇന്നും എടുത്തിട്ടുള്ളത്. കരിക്കുലത്തിൻ്റെ കാര്യത്തിൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയേ ചെയ്യുള്ളൂ കേന്ദ്രം. PM ശ്രീയുടെ കാര്യത്തിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടും സങ്കീർണതകൾ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ സങ്കീർണതകളുടെ നടുവിലും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ അതിൽ നിന്ന് പിന്മാറുകയല്ലാതെ രാഷ്ട്രീയമായ മറ്റൊരു പരിഹാരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് കൈമാറിയ സ്വർണം SIT കണ്ടെടുത്തു. ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്നാണ് അന്വേഷണ സംഘം സ്വർണം വീണ്ടെടുത്തത്. ഇന്നലെ വൈകിട്ട് SP ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സ്വർണ്ണക്കട്ടികളാണ് കണ്ടെടുത്തത്. 400 ഗ്രാമിന് മുകളിലുള്ള സ്വർണ്ണക്കട്ടികളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തെളിവെടുപ്പ് തുടരുകയാണ്. രജത് ഒരിക്കൽ കൂടി ചേരുന്നു. രജത്, ഇന്നിപ്പോൾ നിർണായക കണ്ടെത്തൽ തന്നെയാണ് ഈ കേസിൽ വന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് കൈമാറിയ സ്വർണം അതിപ്പോൾ SIT കണ്ടെടുത്തിരിക്കുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയ സ്വർണം ഈ ശബരിമലയിലെ തന്നെയാണെന്ന കാര്യത്തിൽ SITയുടെ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? തെളിവെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു?
തൊണ്ടി മുതൽ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബെല്ലാരിയിലെ ഗോവർദ്ധൻ്റെ ജുവലറിയിൽ നിന്നാണ് ഈ സ്വർണം കണ്ടെത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ ചോദ്യം ചെയ്യലിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബെല്ലാരിയിൽ ഗോവർദ്ധനൻ്റെ ഈ ജുവലറിയിൽ നിന്നും ഈ സ്വർണം ആദ്യം തന്നെ അന്വേഷണ സംഘം കണ്ടെത്തുന്നത്. ഇപ്പോൾ ബെല്ലാരിയിൽ ഉൾപ്പെടെ ജുവലറിയിൽ ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ച് തെളിവെടുപ്പടക്കം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഒരേ സമയത്ത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെയും അതുപോലെ തന്നെ ബംഗളൂരുവിലെയും വസതിയിൽ അന്വേഷണ സംഘം പരിശോധന നടത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് നടത്തിയ പരിശോധനയിൽ ഏകദേശം സ്വർണ്ണ നാണയങ്ങളും അതുപോലെ തന്നെ 2 ലക്ഷം രൂപയും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ബംഗളൂരുവിലുള്ള വീട്ടിലും അന്വേഷണ സംഘം ഒരേ സമയത്ത് തന്നെ പരിശോധന നടത്തുകയാണ്. ആ പരിശോധനയിലും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലടക്കം ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിൽ കൊണ്ടുപോയി സ്വർണം വേർതിരിച്ചെടുത്ത വകയിൽ അവർക്ക് നൽകിയ 109 ഗ്രാം സ്വർണം കൂടി അന്വേഷണ സംഘത്തിന് ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തിച്ചും ഈ സ്വർണം കണ്ടെത്തുന്ന അടക്കമുള്ള നടപടിയിലേക്ക് അന്വേഷണ സംഘം നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ അന്വേഷണത്തിലേക്കും അന്വേഷണ സംഘം പോവുകയാണ്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള അന്വേഷണ സംഘത്തിലേക്കും അന്വേഷണ ലെവലിലേക്കും അന്വേഷണ സംഘം നീങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വീടുകളിലടക്കം പരിശോധനകൾ പൂർത്തീകരിച്ച് ഇവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും പങ്ക് വ്യക്തമായാൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ദേവസ്വം ബോർഡിന്റെ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് അടക്കം ഉണ്ടാകാനുള്ള നടപടിയും ഉണ്ട്. രജിത്താണ് വിവരങ്ങളുമായി ചേർന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടുന്നത് സർക്കാർ തീരുമാനിക്കട്ടെ എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തിപരമായി ആഗ്രഹിച്ചാലും സർക്കാരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അയ്യപ്പന്റെ നഷ്ടപ്പെട്ട മുഴുവൻ സ്വർണവും വീണ്ടെടുക്കാനാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്നെ ബന്ധപ്പെടുത്താനായിരുന്നു പലരും ശ്രമിച്ചത്. അതെല്ലാം പരാജയപ്പെട്ടു. കേസിൽ പ്രതികളായ വിരമിച്ച ജീവനക്കാർക്കെതിരെ ഉചിതമായ നടപടി ഉചിതമായ സമയത്തെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ആഗ്രഹിച്ചാൽ തുടരാൻ പറ്റൂലല്ലോ, അതൊക്കെ സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ ഇതിനെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും പറയുന്നു, ഞങ്ങൾക്കൊന്നും മറയ്ക്കാനോ ഒളിക്കാനോ ഇല്ല. 2019 ഇങ്ങോട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, അക്ഷന്തവ്യമായ അപരാധം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വിജിലൻസ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യമില്ലേ, ആരും അത് ഒളിച്ചു വയ്ക്കുന്നില്ലല്ലോ. പിന്നെ എപ്പോഴാണ് ഇത് പുറത്തു വരുന്നത്? ഞങ്ങൾ കൊണ്ടുപോകുമ്പോഴല്ലേ, ഞങ്ങളുടെ നേതൃത്വത്തിൽ കൊണ്ടുപോകുമ്പോഴല്ലേ. അപ്പം ഞങ്ങളുടെ നേതൃത്വത്തിൽ കൊണ്ടുപോകുമ്പോൾ ഉണ്ടായൊരു വീഴ്ച, ആ വീഴ്ച ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചില്ല. അങ്ങനെയാണല്ലോ ഇതൊക്കെ പുറത്തു വരുന്നത്. പുറത്തുനിന്ന് നന്നായി എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം അയ്യപ്പന്റെ ഭഗവാന്റെ ഒരു തരി പൊന്നെങ്കിലും ഒരു സ്വർണം എങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരാൻ കാരണമായത് ഞങ്ങളുമായി ബന്ധപ്പെട്ടല്ലേ. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ വളരെ സന്തോഷകരമാണെന്ന് മന്ത്രി VN വാസവൻ. കൊള്ള ചെയ്തവരെ കണ്ടെത്തി കൽത്തുറുങ്കിലടയ്ക്കണമെന്നും സ്വർണം ശബരിമലയിൽ തിരികെ എത്തിക്കുമെന്നും സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അന്വേഷണം അതിന്റെ നല്ല ഘട്ടത്തിലേക്ക് എത്തിയതിന്റെ ഉദാഹരണമാണ് ബംഗളൂരുവിലെ ബെല്ലാരിയിൽ നിന്നും സ്വർണം കണ്ടെത്തിയതെന്നും VN വാസവൻ പറഞ്ഞു. ശബരിമലയുടെ പ്രധാന സ്ട്രോങ് റൂമായ ആറന്മുളയിൽ പരിശോധന. ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. കണ്ണൻ ചേരുകയാണ് വിവരങ്ങളുമായി. കണ്ണൻ, നേരത്തെ ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ പരിശോധന പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോൾ ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു? അതേ സ്വപ്ന, ഇന്ന് രാവിലെ 10 മണിയോടെയാണ് അമിക്കസ് ക്യൂറി ആറന്മുളയിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രധാന സ്ട്രോങ് റൂമിൽ പരിശോധന ആരംഭിച്ചത്. ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം അപഹരിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഈ ജസ്റ്റിസ് KT ശങ്കരനെ അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചത്. തുലാമാസ പൂജകൾ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ശബരിമലയിലെ താൽക്കാലിക സ്ട്രോങ് റൂമിൽ പരിശോധനയൊക്കെ നടത്തിയിരുന്നു. അത് പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ ആറന്മുളയിലെ ഈ പ്രധാന സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തുന്നത്. ഈ ആറന്മുള ഗ്രൂപ്പിൽ, ദേവസ്വം ബോർഡിന്റെ ആറന്മുള ഗ്രൂപ്പിൽപ്പെടുന്ന മഹാക്ഷേത്രങ്ങളിലെ എല്ലാം തിരുവാഭരണങ്ങളും അതുപോലെ വഴിപാടുകാർ സമർപ്പിച്ച സ്വർണം, വെള്ളി, ചെമ്പ് തുടങ്ങി പൂജാപാത്രങ്ങൾ ഉൾപ്പെടെ സൂക്ഷിക്കുന്ന വലിയ സ്ട്രോങ് റൂമാണ് ആറന്മുളയിലേത്. ഇവിടെയാണ് ഇപ്പോൾ പരിശോധനകൾ പുരോഗമിക്കുന്നത്. ഇവിടെയും ഇവിടുത്തെ രജിസ്റ്ററും എല്ലാം ഇവിടുത്തെ സ്റ്റോക്കും തമ്മിലുള്ള ഒത്തുനോക്കലും എല്ലാമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഈ ദേവസ്വം തിരുവാഭരണ കമ്മീഷണർ, ദേവസ്വം സ്മിത്ത് അടക്കം ആളുകളാണ് ഈ പരിശോധനയ്ക്കായി ഇവിടെ ആറന്മുളയിലുള്ളത്. ശബരിമലയിൽ പരിശോധനയിലും രജിസ്റ്ററിലും മാസ്റ്ററിലും സ്റ്റോക്കിലും ഒക്കെ വൈരുദ്ധ്യം കണ്ടെത്തിയിരുന്നു. അത്തരത്തിൽ ആറന്മുളയിലും അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അടക്കം പരിശോധിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഇവിടെ സമർപ്പിച്ച ആറന്മുള ഭഗവാന് സമർപ്പിച്ച സ്വർണം ഉൾപ്പെടെ കാണാതായി എന്ന തരത്തിൽ പരാതികളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നിരുന്നു. അത്തരത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന സമയത്താണ് ശബരിമലയുടെ അവിടുത്തെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ ആറന്മുളയിൽ പരിശോധന നടക്കുന്നത്. ശബരിമലയുടെ പ്രധാന സ്ട്രോങ് റൂമായ ആറന്മുളയിൽ പരിശോധന തുടരുന്നു. ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിലാണ് പരിശോധന തുടരുന്നത്.
സൂപ്പർ താരം ലയണൽ മെസ്സിയും അർജന്റീന ഫുട്ബോൾ ടീമും അടുത്ത മാസം കേരളത്തിലേക്ക് എത്തില്ല. മത്സരം നടത്താൻ ഫിഫ അനുമതി ലഭിച്ചില്ലെന്ന് സ്പോൺസർമാരിൽ ഒരാളായ ആന്റോ അഗസ്റ്റിൻ അറിയിച്ചു. മെസ്സി വരാത്തതിന് കാരണം ഫിഫ റൂൾസ് മൂലമാണെന്ന് ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു. മാർച്ച് വിൻഡോയിൽ കളി നടത്തണമോ എന്നത് തന്റെ തീരുമാനമാണെന്നും ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു. ഫിഫയുടെ അനുമതി ലഭിക്കുവാനുള്ള കാലതാമസം പരിഗണിച്ച് നവംബർ വിൻഡോയിലെ കളി മാറ്റിവെക്കാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ധാരണയായെന്ന് വിശദീകരിച്ചെങ്കിലും മാർച്ചിൽ കളി നടക്കുമോ എന്ന ഉറപ്പ് ഇപ്പോഴുമില്ല. അല്ല, അത് എന്റെ തീരുമാനമാണല്ലോ. അതിൽ നിങ്ങൾ കൈയർത്തണ്ട. ഞാൻ എടുക്കുന്ന തീരുമാനം ഞാൻ എടുത്തോളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, മാർച്ച് വിൻഡോയിൽ കളി നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അത് നിങ്ങളെടുക്കണ്ട. മറ്റൊരു വിൻഡോയിൽ മത്സരം വന്നേക്കാം. അതിനായുള്ള നടപടികൾ പുരോഗമിക്കുന്നുവെന്നും കേരളത്തിലേക്ക് വരണ്ട എന്നത് മെസ്സിയുടെയും അർജന്റീനയുടെയും തീരുമാനമല്ലെന്നും വിൻഡോ തന്നത് ഫിഫയാണെന്നും ആന്റോ അഗസ്റ്റിൻ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ട അപ്രൂവൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ സബ്മിഷൻ നമ്മൾ എടുക്കും. അത് കൊടുത്തിട്ടുണ്ട്. അത് ഒരാഴ്ച കിട്ടുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് പരിപാടി കഴിഞ്ഞു. അടുത്ത വിൻഡോ മാർച്ചിലുണ്ട്. ആ മാർച്ചിലേക്ക് നമ്മൾ ഞങ്ങൾക്ക് ഫിഫേൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അവർ എഫിനോട് സംസാരിക്കും, ധാരണയാക്കും, കളി അനൗൺസ് ചെയ്യും. അത്ര തന്നെ കാര്യമുള്ളൂ. അതിനെ വേറൊന്നും ചെയ്യാനില്ല. കാരണം നമ്മൾ മാത്രം വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. ഏത് കാര്യത്തിനകത്ത്? അപ്രൂവലിൻ്റെ കാര്യത്തിനകത്ത്. അപ്രൂവൽ അവർക്കൊരു അക്രഡിറ്റേഷൻ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി പാസ്സാക്കി തരണം. അത് തീരാൻ പറ്റില്ല. അത് ഇന്ത്യയിൽ വേറെ ഇല്ലാന്നേ. കേരളത്തിന് മാത്രമല്ല, വേറെ ഒരു സ്റ്റേഡിയത്തിലും ഇല്ല. ഇപ്പോൾ അർജന്റീനയുടെ ടീം അങ്കോളയിലാണ്. അവിടെ നിന്നുള്ള യാത്രാദൂരം ഫിഫ നിബന്ധനയിലെ ദൂരപരിധിക്ക് അപ്പുറമാണ്. 5 മണിക്കൂർ കൊണ്ടെങ്കിലും എത്തണമെന്നതാണ് ഫിഫയുടെ നിബന്ധന. മത്സരം നടക്കുമോ എന്ന് ഉറപ്പില്ലാതെ ടിക്കറ്റ് വിൽപ്പന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രഖ്യാപനം നടത്തിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ഇതായിരുന്നു ആന്റോ അഗസ്റ്റിന്റെ മറുപടി. ടിക്കറ്റ് വിൽപ്പന തുടങ്ങുന്നത് ഫിഫ അനുമതി കിട്ടിയതിന് ശേഷമാണ്, അല്ലെങ്കിൽ അനുമതി കിട്ടിയതിന് ശേഷം അനൗൺസ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ 25-ാം തീയതി 23, 24 25 ആയിട്ട് അനുമതി കിട്ടും. അങ്ങനെയാണ് 25-ാം തീയതി ടിക്കറ്റ് വിൽപ്പന തുടങ്ങുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ടിക്കറ്റ് വിൽപ്പന മുന്നേ തുടങ്ങുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് എനിക്ക് തുടങ്ങായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ കൊടുക്കാത്തത്. അതുകൊണ്ടാണ് ടിക്കറ്റ് മേടിക്കാത്തത്. അല്ലെങ്കിൽ പൈസ കിട്ടുമായിരുന്നല്ലോ. അല്ല, ആത്മവിശ്വാസം കിട്ടാതെ ഫിഫ കിട്ടുകയാണെങ്കിൽ ഓക്കെ. ഫിഫ കിട്ടുകയാണെങ്കിൽ ഓക്കെ എന്നേ. നമുക്ക് നോക്കാൻ സമയം കിടക്കല്ലേ. അന്താരാഷ്ട്ര നിലവാരത്തിനപ്പുറമുള്ള മത്സരത്തിന് കൂടുതൽ സമയം ആവശ്യമാണ്. ഫിഫ അംഗീകാരത്തിനുള്ള സ്റ്റേഡിയമില്ലെന്നത് യാഥാർത്ഥ്യമാണെന്നും കൊച്ചി, കലൂർ, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് നിർമ്മാണ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുമെന്നും ആന്റോ അഗസ്റ്റിൻ അറിയിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. സ്റ്റേഡിയത്തിന് ഫിഫയുടെ അംഗീകാരം ലഭിക്കാത്തതാണ് അർജന്റീന ടീം വരുന്നതിന് തടസ്സമെന്ന കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. നവംബറിൽ തന്നെ ടീമിനെ കൊണ്ടുവരാൻ പരിശ്രമം തുടരുന്നു. മെസ്സിയെ മാത്രം കൊണ്ടുവന്ന് റോഡ് ഷോ നടത്താനല്ല പരിശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ നിലവിലുള്ള പ്രകാരം അംഗീകാരം തരാൻ അവർ കഴിയും. ഇപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട പേപ്പറുകൾ ക്ലിയറൻസുകളാണ് കേരളത്തിൽ കൊടുക്കാൻ. അതിപ്പോൾ കൊടുത്തിട്ടുണ്ട്. അവിടെ അടുത്ത മീറ്റിംഗിൽ നമുക്ക് അപ്ലോഡ് കിട്ടും. മെസ്സിയുടെ വരവ് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കായിക മന്ത്രി ശ്രമിച്ചുവെന്ന് വി.ഡി. സതീശൻ ആരോപിച്ചു. ഇനി മെസ്സി ചതിച്ച ആശാനെ എന്ന് പറയുമോ? വന്നാൽ നല്ലതാണെന്ന് ഇപ്പോഴും പറയുന്നു. എല്ലാം രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? മെസ്സി ചതിച്ചാശാനെന്ന് ഞാൻ പറഞ്ഞല്ലേ പണ്ട്. മെസ്സി ചതിച്ചാശാന, മെസ്സി വന്നില്ല. എന്താണ് ഇതൊക്കെ? ഈ പ്രചരണം തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള പ്രചരണമാണ്. വന്നാൽ നല്ല കാര്യം. ഞാനിപ്പോഴും സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ നാളെയും യെല്ലോ അലർട്ടാണ്. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം മോന്ത ചുഴലിക്കാറ്റായി രൂപം കൊള്ളാനിടയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്ന നിർദ്ദേശമുണ്ട്. കേരള തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനം പാടില്ലെന്നും അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്കും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൻ്റെയും അതിനോട് ചേർന്നുള്ള പടിഞ്ഞാറൻ മധ്യബംഗാൾ ഉൾക്കടലിൻ്റെയും ഭാഗങ്ങളിൽ ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ഈ ചുഴലിക്കാറ്റ് തായ്ലൻഡ് നിർദ്ദേശിച്ച മോന്ത എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. 27-ന് രൂപപ്പെടാൻ സാധ്യതയുള്ള അതിതീവ്ര ന്യൂനമർദ്ദം നേരിട്ട് കേരളത്തെ ബാധിക്കില്ലെന്നാണ് നിലവിലെ വിലയിരുത്തൽ. അമൃത ന്യൂസ്, കോഴിക്കോട്.
തൃശൂർ മണ്ണുത്തിയിൽ വൻ കവർച്ച. വ്യാപാരിയുടെ ബാഗ് കവർന്നു. എടപ്പാൾ സ്വദേശിയായ വ്യാപാരിയുടെ 75 ലക്ഷം രൂപ അടങ്ങിയ ബാഗാണ് ഇന്നോവയിലെത്തിയ സംഘം കവർന്നത്. എടപ്പാൾ സ്വദേശിയായ മുബാറക്കിന്റെ പണമാണ് നഷ്ടമായത്. പുലർച്ചെ 5 മണിക്കാണ് സംഭവം ഉണ്ടായത്. ബംഗളൂരുവിൽ നിന്ന് വരും വഴി വ്യാപാരി മണ്ണുത്തിയിൽ ഇറങ്ങിയപ്പോഴായിരുന്നു മോഷണം. ബാംഗ്ലൂരിൽ നിന്നും ബസ്സിലെത്തിയ മുബാറക്ക മണ്ണുത്തി ബൈപ്പാസിൽ വന്നിറങ്ങിയ ശേഷം ചായ കുടിക്കുന്നതിനായി പോയപ്പോൾ സമീപത്തെ മെഡിക്കൽ ഷോപ്പിന് മുൻപിൽ ബാഗ് വെക്കുകയായിരുന്നു. ഈ സമയത്താണ് കവർച്ച നടന്നത്. തിരികെ വരുമ്പോൾ തൊപ്പി ധരിച്ച ഒരാൾ വന്ന് ബാഗ് കൊണ്ടുപോകുന്നതാണ് മുബാറക്ക് കണ്ടത്. തുടർന്ന് പിടിവലിയുണ്ടായി. എന്നാൽ മോഷ്ടാവ് മുബാറക്കിനെ തള്ളിയിട്ട ഇന്നോവയിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. മണ്ണുത്തി ഭാഗത്തേക്കായിരുന്നു ഗ്രേ കളർ ഇന്നോവയിൽ സംഘം രക്ഷപ്പെട്ടത്. പിടിവലിയിൽ പരിക്കേറ്റ മുബാറക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചിട്ടിപ്പണവും വാഹനം വിറ്റ പണവുമാണ് മുബാറക്കിന്റെ കയ്യിലുണ്ടായിരുന്നതെന്ന് പോലീസ് പറയുന്നു. പണമുണ്ടെന്നറിഞ്ഞ ആസൂത്രിത മോഷണമാണ് നടന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവത്തിൽ മണ്ണുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അമൃത ന്യൂസ്, തൃശൂർ. സംസ്ഥാന സ്കൂൾ കായികമേള പുരോഗമിക്കുകയാണ്. അത്ലറ്റിക് മത്സരങ്ങളിൽ പാലക്കാടാണ് മുന്നിൽ. ഇന്ന് നടന്ന 5000 മീറ്റർ നടത്ത മത്സരത്തിൽ മലപ്പുറത്തിന്റെ മുഹമ്മദ് സുൽത്താൻ റെക്കോർഡോടെ സ്വർണം നേടി. സീനിയർ പെൺകുട്ടികളുടെ 3000 മീറ്റർ നടത്തയിൽ കണ്ണൂരിന്റെ നിരഞ്ജന പിക്ക് സ്വർണം. ജൂനിയർ ഗേൾസിന്റെ പോൾ വോൾട്ട് മത്സരത്തിൽ മാർ ബേസിൽ കോതമംഗലം സ്കൂളിലെ സഫാനിയ നിറ്റു സ്വർണം സ്വന്തമാക്കി. അതേസമയം ഓവറോൾ പോയിന്റിൽ തിരുവനന്തപുരമാണ് മുന്നിൽ. ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, ഇന്നിപ്പോൾ ഒരു റെക്കോർഡ് സ്വർണം പിറന്ന ദിവസമാണ്. പക്ഷേ ആകെ പട്ടികയിൽ തിരുവനന്തപുരം ഏറ്റവും മുന്നിൽ. വിവരങ്ങൾ. സ്വപ്ന, ഈ കേരള കായികമേള അങ്ങനെ പുരോഗമിക്കുകയാണ്. ഈ പുരോഗമിക്കുന്ന വേളയിൽ ഇപ്പോൾ നിലവിൽ പോയിന്റ് നില നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരമാണ് മുന്നിലുള്ളത്. അല്പസമയം മുമ്പ് ഇവിടെ ഈ കായികമേളയുടെ പരിപാടികളൊക്കെ തന്നെ മന്ത്രി വി ശിവൻകുട്ടി കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ചു വരികയാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഇവിടുത്തെ പാചകപ്പുരയിലാണ്. അല്പം മുമ്പാണ് മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ എത്തി കുട്ടികൾക്കൊപ്പം ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് മടങ്ങിയത്. ഇത്തരത്തിൽ ഇവിടെ കൃത്യമായ രീതിയിൽ ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നു എന്നാണ് മന്ത്രി സൂചിപ്പിച്ചത്. പക്ഷേ ഈ മത്സരത്തിന്റെ കാര്യം വരുമ്പോൾ കടുത്ത ഒരു മത്സരമാണ് നിലവിൽ നടക്കുന്നത്. തിരുവനന്തപുരം മുന്നിൽ നിൽക്കുമ്പോൾ തൊട്ടു പിന്നിൽ തൃശ്ശൂരുണ്ട്. ഇന്നലെ വരെ കണ്ണൂരായിരുന്നു 3-ാം സ്ഥാനത്തുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് പാലക്കാടാണ് 3-ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. അത്ലറ്റിക് മത്സരങ്ങളിൽ പാലക്കാട് അതിന്റെ ഒരു വിജയ തുടർച്ച തുടരുന്നു എന്നുള്ളതാണ്. ആധിപത്യം പുലർത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. നേരത്തെ മലപ്പുറമായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ അത്ലറ്റിക് മത്സരങ്ങളിൽ 1-ാം സ്ഥാനത്തുണ്ടായിരുന്നത്. നിലവിൽ ആ മലപ്പുറം തൊട്ടു പിന്നിൽ, പാലക്കാടിന് തൊട്ടു പിന്നിൽ 2-ാം സ്ഥാനത്താണ് അത്ലറ്റിക് മത്സരങ്ങളിലുള്ളത്. ഇന്നത്തെ ഏറ്റവും ആകർഷകമായ മത്സരം 200 മീറ്റർ ഓട്ട മത്സരമാണ്. അതിന്റെ ഫൈനലാണ്. ഏകദേശം വൈകുന്നേരം 5:10 കൂടിയായിരിക്കും 200 മീറ്റർ ഓട്ട മത്സരത്തിന്റെ ഫൈനലുകളൊക്കെ തന്നെ ആരംഭിക്കുക. അതിനുശേഷം മറ്റ് ഗെയിംസ് മത്സരങ്ങളൊക്കെ തന്നെ അതത് വേദികളിൽ കൃത്യമായ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. രാവിലെ അല്പം മഴയുണ്ടായിരുന്നെങ്കിലും ഉച്ച സമയങ്ങളാകുന്ന സമയത്ത് മഴ അല്പം മാറി നിൽക്കുന്ന കാഴ്ചയാണ്. പക്ഷെ വൈകുന്നേരത്തോടുകൂടി മഴ ശക്തമാകുകയാണെങ്കിൽ അത് ഈ അത്ലറ്റിക് മത്സരങ്ങളെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളൊരു ആശങ്കയുണ്ട്. ഏതായാലും നിലവിൽ മത്സരങ്ങൾ അതേപടി പുരോഗമിക്കുന്നുണ്ട്. തിരുവനന്തപുരം അതിന്റെ ആധിപത്യം തുടരുന്നു. സ്വർണ്ണക്കപ്പിൽ മുത്തമിടാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത നിലവിൽ ഏതായാലും തിരുവനന്തപുരത്തിനാണ്. സംസ്ഥാന സ്കൂൾ കായികമേള തലസ്ഥാന നഗരിയിൽ പുരോഗമിക്കുകയാണ്. മെഡൽ പട്ടികയിൽ തിരുവനന്തപുരമാണ് 1-ാം സ്ഥാനത്ത്. കായിക വാർത്തകൾ. ഓസ്ട്രേലിയക്കെതിരായ 3-ാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 237 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 46.4 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 236 റൺസിന് ഓൾ ഔട്ടായി. 56 റൺസ് എടുത്ത മാറ്റ് റെൻഷായാണ് ഓസീസിന്റെ ടോപ്പ് സ്കോറർ. ഓസീസിനായി ക്യാപ്റ്റൻ മിച്ചൽ മാർഷ് 41-ഉം ട്രാവിസ് ഹെഡ് 29-ഉം റൺസ് എടുത്തു. ഇന്ത്യയ്ക്കായി ഹർഷിത് റാണ 4 വിക്കറ്റ് എടുത്തപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ 2 വിക്കറ്റ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 12 റൺസ് എടുത്തിട്ടുണ്ട്. റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.